Good morning students. +1 Statistics online ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. So we are discussing the second chapter, that is collection of data. And in the last class we discussed about the points to be remembered while preparing a good questionnaire. ഒരു നല്ല ചോദ്യാവലി ഉണ്ടാക്കുന്നതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. And also we started the discussion about the type of questions used in the questionnaire. ചോദ്യാവലിയിൽ ഉൾപ്പെടുത്താവുന്ന രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ ആരംഭിച്ചു. ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്താവുന്നത്? The questions in the questionnaire may consist of closed ended questions and open ended questions. ചോദ്യാവലിയിൽ ഉൾപ്പെടുത്താവുന്ന രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ ഇവയാണ്: ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. എന്താണ് ഈ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ? ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിനെ മലയാളത്തിൽ പറയുന്നത് അറ്റം അടഞ്ഞ ചോദ്യങ്ങൾ. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിന് മലയാളത്തിൽ പറയുന്നത് അറ്റം തുറന്ന ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളുടെ പ്രത്യേകതകളും അതിൻ്റെ അഡ്വാൻറ്റേജും അതിൻ്റെ ഡിസഡ്വാൻറ്റേജും ഒക്കെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സോ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആർ ആൾസോ നോൺ ആസ് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ്. ഇതിന് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് എന്ന പേരിലും ഈ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് അറിയപ്പെടും. Is also known as structured questions. But closed-ended questions രണ്ടായിട്ട് പിന്നെയും തിരിച്ചിട്ടുണ്ട്. There are two types of closed-ended questions. One is yes or no questions, അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടും ടു വേ ക്വസ്റ്റ്യൻസ്. മലയാളത്തിൽ ദ്വിമാന ചോദ്യങ്ങൾ എന്നും പറയും. ദ്വിമാന ചോദ്യങ്ങൾ. ഇനി മറ്റൊരു ടൈപ്പ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. മലയാളത്തിൽ ഇതിനെ ബഹു വികൽപ്പ ചോദ്യങ്ങൾ എന്നാണ് പറയുക. ബഹുവികൽപക ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിലെ ഓരോന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്. ആദ്യം നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഓർ ടു വേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഓർ ടു വേ ക്വസ്റ്റ്യൻസ്? ഇൻ ദിസ് കേസ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഓൺലി ടു ആൻസേഴ്സ് ടു എ ക്വസ്റ്റ്യൻ. ഒരു ചോദ്യത്തിന് രണ്ട് ഉത്തരം മാത്രമേ സാധ്യമാവുള്ളൂ എങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ എന്താ പറയുന്നത്? ടു വേ ക്വസ്റ്റ്യൻസ്. ഇൻ ദിസ് കേസ് there is a possibility of only two answers to a question, either yes or no. അതെ അല്ലെങ്കിൽ അല്ല എന്ന രണ്ട് ഉത്തരങ്ങൾ മാത്രമേ സാധ്യമാകുമെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഓർ ടു വേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം, ഡു യു എക്സസൈസ് റെഗുലർലി? ഈ ഒരു ചോദ്യത്തിന് രണ്ട് ഉത്തരം മാത്രമേ സാധ്യതമായുള്ളൂ. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, അതെ അല്ലെങ്കിൽ അല്ലേ. ഇത്തരത്തിൽ അതെ അല്ലെങ്കിൽ അല്ല എന്നീ രണ്ട് ഉത്തരങ്ങൾ മാത്രമേ സാധ്യമാവുമെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസിനെ നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഓർ ടു വേ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ദ്വിമാന ചോദ്യങ്ങൾ. ക്ലിയർ ആയല്ലോ? ഇനി മറ്റൊരു തരത്തിലുള്ള ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ബഹുവികൽപക ചോദ്യങ്ങൾ. In this case, there is a possibility of
more than two answers to a question. ഇത്തരം ബഹുവികൽപക ചോദ്യങ്ങളിൽ രണ്ടിൽ കൂടുതൽ സാധ്യതകൾ ഉത്തരം പറയാൻ ഉണ്ടെങ്കിൽ അത്തരം ചോദ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഒരു ഉദാഹരണം നോക്കൂ. വൈ ഡിഡ് യു സെൽ യുവർ ലാൻഡ്? ഒരു ചോദ്യമാണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭൂമി വിറ്റത്? ഇതിന് ഉത്തരത്തിന് 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ടു പേ ഓഫ് ഡെറ്റ്സ്, കടബാധ്യത തീർക്കാൻ. 2, ടു ഫൈനാൻസ് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉള്ള ആവശ്യത്തിനായി. 3, ടു ഇൻവെസ്റ്റ് ഇൻ അതർ അസറ്റ്സ്, മറ്റ് ആസ്തികളിൽ നിക്ഷേപിക്കുവാൻ. ഡി, എനി അതർ റീസൺ, സ്പെസിഫൈ, മറ്റേതെങ്കിലും കാരണങ്ങൾക്കായി. അത് വിശദീകരിക്കണം, അല്ലെങ്കിൽ അതെന്താണെന്ന് അവിടെ നോട്ട് ചെയ്യണം. നോക്കൂ, ഇപ്പം വൈ ഡിഡ് യു സെൽ യുവർ ലാൻഡ് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകാൻ 2ൽ കൂടുതൽ സാധ്യതകളുണ്ട്. ഇവിടെ 4 സാധ്യതകളാണുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വളരെ വ്യക്തമായി. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ഒന്നുകിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആവാം, അതിന് മറ്റൊരു പേര് നമ്മൾ വിളിക്കും 2-way ക്വസ്റ്റ്യൻസ്, മലയാളത്തിൽ ദ്വിമാന ചോദ്യങ്ങൾ. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആവാം, ബഹുവികൽപക ചോദ്യങ്ങളാവാം. എന്താണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്? നിങ്ങൾക്കറിയാം, ഈ എസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ ചോദ്യത്തിനുള്ള ഉത്തരം ഒന്നുകിൽ അതെ അല്ലെങ്കിൽ അല്ല, 2 ഉത്തരങ്ങൾ മാത്രമേ സാധ്യമാവുമെങ്കിൽ അത് എസ് ഓർ നോ. അത്തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഇൻ ദിസ് കേസ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഓൺലി 2 ആൻസേഴ്സ് ഫോർ എ ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം, ഒന്നിലധികം ഉത്തരങ്ങൾ സാധ്യമാണെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് മോർ ദാൻ 2 ഓപ്ഷൻസ് to give us answers for a question. Then such questions are known as multiple choice questions. ഉദാഹരണം, why did you sell your land? To pay off debts, to finance children's education, to invest in other assets, any other reason. അപ്പോൾ 4 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉണ്ട്. 2ൽ കൂടുതൽ ഓപ്ഷൻസ് സാധ്യമാണെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, മലയാളം നിങ്ങൾക്കറിയാം, അറ്റം തുറന്ന ചോദ്യങ്ങൾ. ഇവിടെ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് the freedom of expression for the individuals is very much limited. സ്വതന്ത്രമായിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ ഉള്ള ആ ഒരു സ്വാതന്ത്ര്യം ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിനില്ല. എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയാലും ശരി, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ശരി, നമുക്ക് അവിടെ ഒരു ഉത്തരങ്ങൾ പറയാൻ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ദർ ഓൺലി there is a possibility of only giving 2 answers, either yes or no. Multiple choice question ആണെങ്കിൽ it's also very much limited to give answer. ഉത്തരം പറയാനുള്ള സാധ്യതകൾ അവിടെയും വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പം നമ്മൾ കണ്ടു, ഒരു 4 ഓപ്ഷൻസ് ഒക്കെ നമുക്ക് സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ദ ഇൻഡിവിജ്വൽസ് ദ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യം ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് തരുന്നുണ്ട്. മോർ ഇൻഡിവിജ്വലൈസ്ഡ് റെസ്പോൺസസിന് സാധ്യതയുണ്ട് അവിടെ. ഫ്രീഡം ഫോർ മോർ ഇൻഡിവിജ്വലൈസ്ഡ് റെസ്പോൺസസ്.
സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യം ആര് നമുക്ക് ഒരുക്കി തരുന്നു? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് യുവർ വ്യൂ അബൌട്ട് ഗ്ലോബലൈസേഷൻ? ചോദ്യം എന്താണ്? ആഗോളവൽക്കരണത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്താണ്? ഈ ചോദ്യത്തിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായ പ്രകടനം നടത്താം. അവിടെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല ഉത്തരത്തിന്. സച്ച് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ നോൺ ആസ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾക്ക് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഇൻ ദ കേസ് ഓഫ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്, the freedom of expression for individuals is very much limited. But in the case of open-ended questions, the freedom of expression is not limited. സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നമുക്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിൽ നടത്താം. ഒരു എക്സാമ്പിൾ നമുക്ക് കണ്ടു, വാട്ട് ഈസ് യുവർ വ്യൂ അബൌട്ട് ഗ്ലോബലൈസേഷൻ? സോ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ബോത്ത് ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഈ രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളുടെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും, മേന്മകളും ദോഷങ്ങളുമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഡിസ്കസ് ചെയ്യാം. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് മെറിറ്റ്സ്. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഈ രണ്ട് ചോദ്യങ്ങളും ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാവും. ദിസ് ഈസ് ഈസി ടു സ്കോർ. നമുക്ക് രേഖപ്പെടുത്തുവാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. അപ്പം ആദ്യത്തെ ഈസി ടു സ്കോർ. രണ്ടാമത്തെ ഇതിൻ്റെ ഒരു മെറിറ്റ് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധ്യമാകും. ഈസി ടു യൂസ്. ഈസി ടു യൂസ്, എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധ്യമാവും, എളുപ്പത്തിൽ രേഖപ്പെടുത്തുവാൻ കഴിയും. ദെൻ ഈസി ടു കോഡിഫൈ, നമുക്ക് സംഗ്രഹിക്കാൻ വളരെ എളുപ്പമാണ്. ഈസി ടു കോഡിഫൈ. അപ്പോൾ ദീസ് ആർ ദ ത്രീ മെറിറ്റ്സ് ഓഫ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. നമുക്ക് എളുപ്പത്തിൽ രേഖപ്പെടുത്താൻ സാധിക്കും, ഉപയോഗവും വളരെ എളുപ്പമാണ്, എളുപ്പത്തിൽ സംഗ്രഹിക്കാനും സാധ്യമാവും. ഈസി ടു കോഡിഫൈ. ഇനി ഇതിൻ്റെ ഡിമെറിറ്റ്സ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദോഷം? നോക്കൂ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയാലും ബഹുവികൽപക ചോദ്യങ്ങൾ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ദ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ഈസ് വെരി മച്ച് ലിമിറ്റഡ്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഈസ് വെരി മച്ച് ലിമിറ്റഡ്. സോ നമുക്ക് അത് എഴുതാം. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഈസ് വെരി മച്ച് ലിമിറ്റഡ്. അതായത് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിനുള്ള സാധ്യത വളരെ പരിമിതമാണ്. സോ ദീസ് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒന്ന് ചർച്ച ചെയ്യാം. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ആദ്യം ഇതിന്റെ മെറിറ്റ്സ്. അപ്പം ഇതിലെ പ്രധാനപ്പെട്ട ഒരു മെറിറ്റ്, അതായത് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ ഡിമെറിറ്റ് നമുക്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ മെറിറ്റ് ആയിട്ട് പറയാം. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഈസ് നോട്ട് ലിമിറ്റഡ്. സ്വതന്ത്രമായി അഭിപ്രായ പ്രകടനത്തിനുള്ള സാധ്യത എവിടെയുണ്ട്? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിലുണ്ട്. സോ വി ക്യാൻ സേ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഈസ് നോട്ട് ലിമിറ്റഡ്. ഇൻഡിവിജ്വലൈസ്ഡ് റെസ്പോൺസസിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എവിടെ? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി ഇതിന്റെ ഡിമെറിറ്റ് പറയുമ്പോൾ നമുക്ക് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ മെറിറ്റ്സ് ഒക്കെ ഇതിന്റെ ഡിമെറിറ്റ്സ് ആണ്.
കാരണം പെട്ടെന്ന് ഇത് സ്കോർ ചെയ്യാൻ കഴിയില്ല. രേഖപ്പെടുത്തൽ അത്ര എളുപ്പമല്ല. ഡിഫിക്കൽട്ട് ടു സ്കോർ. അതുപോലെ തന്നെ ഇതിന്റെ യൂസേജും വളരെ പ്രയാസം നിറഞ്ഞ. ഡിഫിക്കൽട്ട് ടു യൂസ് ആൻഡ് ഡിഫിക്കൽട്ട് ടു കോഡിഫൈ. സംഗ്രഹിക്കാനും നമുക്ക് വളരെയധികം പ്രയാസമാണ്. കാരണം ഇൻഡിവിജ്വൽ റെസ്പോൺസസ്, പ്രതികരണം വ്യത്യസ്തമായ രീതിയിലായിരിക്കും. എല്ലാവരുടെയും ഒരു രീതിയിലുള്ള പ്രതികരണമാവില്ല. നമ്മൾ എക്സാമ്പിൾ കൊണ്ട് വാട്ട് ഈസ് യുവർ വ്യൂ അബൌട്ട് ഗ്ലോബലൈസേഷൻ. അപ്പം ആ ഗ്ലോബലൈസേഷന്റെ ആഗോളവൽക്കരണത്തിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് എല്ലാവരുടെയും ഒരുപോലെ ആവില്ല. പ്രതികരണത്തിൽ വളരെയധികം വ്യതിയാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ദ റെസ്പോൺസസ് ആർ വെരി മച്ച് വാരിഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. യൂസ് ചെയ്യാൻ ഈ ഒരു ചോദ്യം നിങ്ങൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അത് സംഗ്രഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത്തരത്തിലുള്ള ഡീമെറിറ്റ്സ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിന് ഉണ്ട്. സോ ദ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, ദാറ്റ്സ് ഓൾ. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലോസ്ഡ് എൻഡഡ് ആൻഡ് ഓപ്പൺ എൻഡഡ്. അറ്റം അടഞ്ഞ ചോദ്യങ്ങളും അറ്റം തുറന്ന ചോദ്യങ്ങളും, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് എല്ലാം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേസ് ഓഫ് ഡാറ്റ കളക്ഷനാണ്. ഇപ്പോൾ ദത്തങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ചോദ്യാവലി തയ്യാറാക്കലാണ്. ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ചോദ്യാവലിയിൽ ഉൾപ്പെടുന്ന 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ സ്വഭാവവും സവിശേഷതയും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഈ ചോദ്യാവലി നമ്മൾ സർവേയിൽ ഉപയോഗിക്കുമ്പോൾ ആണല്ലോ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ഡാറ്റ കളക്ഷൻ സാധ്യമാവുന്നത്? സോ വേസ് ഓഫ് ഡാറ്റ കളക്ഷൻ, ഓർ വി ക്യാൻ സേ മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. ദത്ത ശേഖരണ രീതികൾ ഏതെല്ലാമാണെന്ന് പ്രധാനമായിട്ടും വേസ് ഓഫ് ഡാറ്റ കളക്ഷൻ 3 എണ്ണമാണ്. നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മളിത് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു തുടക്കം മാത്രമൊന്ന് പറഞ്ഞു പോവുകയാണ്. മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, ഓർ നമുക്ക് മറ്റൊരു പേരിലും ഇത് പറയാം വേസ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷൻ രീതികൾ. ദത്തങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് ശേഖരിക്കാം? 3 രീതികളാണുള്ളത്. ഒന്ന്, പേഴ്സണൽ ഇന്റർവ്യൂ മുഖാന്തരം. പേഴ്സണൽ ഇന്റർവ്യൂ, വ്യക്തിഗത അഭിമുഖ രീതി, പേഴ്സണൽ ഇന്റർവ്യൂ. സെക്കൻഡ് വൺ ഈസ് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. തപാൽ വഴി ചോദ്യങ്ങൾ അയച്ചു കൊടുത്ത് വിവരങ്ങൾ ശേഖരിക്കുക. ദാറ്റ് ഈസ് ഓൺസ് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. ദെൻ തേർഡ് വൺ ഈസ് ടെലിഫോണിക് ഇന്റർവ്യൂ. ടെലിഫോണിലൂടെയുള്ള അഭിമുഖം, അതിലൂടെ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുക. അതിനാണ് നമ്മൾ ടെലിഫോണിക് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 രീതികളാണ് യഥാർത്ഥത്തിൽ വേസ് ഓഫ് ഡാറ്റ കളക്ഷൻ ഓർ മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. 3 രീതികളിലൂടെ നമുക്ക് ദത്തങ്ങൾ ശേഖരിക്കാം. ത്രൂ പേഴ്സണൽ ഇന്റർവ്യൂ, ത്രൂ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ആൻഡ് ടെലിഫോൺ ഇന്റർവ്യൂ. ഇത് 3നെയും കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. സോ ടിൽ ദെൻ, ഗുഡ് ബൈ. താങ്ക് യു.